5-ാം അധ്യായം. അതിൻ്റെ ഞാനിവിടെ വായിപ്പിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ നമ്മൾ അവിടെ ഒരു വാക്യം വായിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. മതി ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കാണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നൽകിയ വചനമാണല്ലോ. വചനമെന്നും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നു. ആ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കടന്നുവയ്ക്കാൻ ദൈവത്തെ വാഴ്ത്തുന്നു, യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. നമുക്കറിയാവുന്നൊരു വാക്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനകളിൽ ഞാനിവിടെ വായിച്ചിട്ടുള്ളൊരു വാക്യമാണ് ഈ വാക്യം, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥനയിൽ ദൈവം നൽകിയ ഒരു 2-3 വ്യവസ്ഥകൾ തിരുവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. 66-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഭാഗം എങ്ങനെയാണ്? എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. അന്നേരം എങ്ങനെ നാം പ്രാർത്ഥിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ, നമ്മുടെ ചിന്തകളെ അറിയുന്നവൻ, നമ്മുടെ നിരൂപണങ്ങളെ മനസ്സിലാക്കുന്നവൻ, നമ്മുടെ നടപ്പും കിടപ്പും അറിയുന്നവൻ, ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന, പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ പ്രാർത്ഥന, അവരൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കുമ്പോൾ താനും തൻ്റെ പിതൃഭവനവും ഒക്കെ ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരം നമ്മുടെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കേണ്ട വ്യവസ്ഥകളിൽ ഒന്ന്, ശുദ്ധ ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. 2 മർക്കോസ് സുവിശേഷം നമുക്ക് വായിക്കാനുള്ള സമയമില്ല, കുറിവാക്യങ്ങൾ. മർക്കോസ് 11:22 മുതലുള്ള ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് വിശ്വാസത്തോടെ നാം എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ. നമ്മൾ ഇവിടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മളങ്ങ് ഒരു ഒഴുക്കം മട്ടിലങ്ങ് പ്രാർത്ഥിച്ചു വിടുക. ഇന്ന് വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയല്ലേ, ഉപദേശി പറഞ്ഞതല്ലേ എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഏത് വിഷയത്തിനകത്തും ഒരു വിശ്വാസത്തോടെ എൻ്റെ ദൈവം ഏതു സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ കരുത്തനാണെന്നുള്ള ഒരു വലിയ വിശ്വാസം പ്രാർത്ഥിക്കുന്നവന്റെ അകത്തുണ്ടായിരിക്കണം. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ചില വിഷയങ്ങൾക്കകത്ത് ശത്രു നിന്നോട് ആവർത്തിച്ച് പറഞ്ഞു നടക്കത്തില്ല, അവസാനിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിനകത്തും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അധരം ചലിപ്പിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തും മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും അസാധ്യമായ വിഷയങ്ങളാണ്. ഞാൻ ഈ ഒരു പ്രത്യേക വിഷയത്തിനകത്ത്, അതൊരു മാനുഷികമായ ചിന്തയല്ല, എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, ഇനി ശുശ്രൂഷയിലേക്ക് ദൈവദാസന് വരാൻ പറ്റത്തില്ല. ശരിയായിരിക്കും, മറ്റ് വിടുതലുകളൊക്കെ ലഭിക്കും, പക്ഷേ ഇനി ഒരു ശുശ്രൂഷയിലേക്ക് ദൈവദാസന് ഞാൻ കുമ്മളിൽ ചർച്ചയിലായിരുന്നപ്പോൾ ഒരു 2.5 ലക്ഷം രൂപയുടെ മൈക്ക് സെറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു 2.5 ലക്ഷം രൂപയുടെ മൈക്ക് സെറ്റ്, 60ഓളം വിശ്വാസികൾ, വലിയ സൗണ്ട് സിസ്റ്റം, എല്ലാ ക്രമീകരണങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ആ സഭയുടെ സ്വന്തമല്ല, അവിടെ ഒരു പ്രയർ ടീം നടത്തുന്ന ഒരു ആൻറ്റി സഭയ്ക്ക് അത് ഉപയോഗിക്കാൻ നിന്നതാണ്. ഞാൻ പോകുന്നതോടുകൂടി ഇപ്പോൾ അവിടെ ആസെറ്റ് ഇല്ല. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ ഈ പ്രശ്നത്തിൽ വന്നപ്പോൾ ഈ സഭയിൽ വന്നു. ഇവിടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാനിടയ്ക്ക് ഈ സഭയിലെ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇടും. അവര് കാണണം, ആര് ശുശ്രൂഷ അവസാനിച്ചിട്ടില്ലെന്ന്. എന്ത് ചെയ്യണം?
ഞാൻ അതിനെ പാടിയിടുന്നത്, ഈ പുള്ളിക്ക് എന്തിനാ ഈ പാട്ട് പാടിയിടുന്നത്, എന്തിനാ പ്രസംഗിച്ചിടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അരോചകത്വം പുലർത്തും തോന്നാം. പക്ഷെ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ ദൈവം എന്നും ജീവിക്കുന്ന ദൈവമാണ്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് എനിക്ക് വലിയ വിശ്വാസമുണ്ട്. എനിക്കറിയാം എൻ്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. എൻ്റെ ദൈവം എനിക്ക് വഴികൾ തുറന്നു തരും, ആത്മാക്കളെ എനിക്ക് തരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വിശ്വാസിയായ ആൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കൊണ്ട് ദൈവത്തിന് ഇനിയും വലിയ ഉദ്ദേശമുണ്ട്, ചില ആളുകൾ പാസ്റ്റർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. എനിക്കത് വലിയ വിശ്വാസമാണ്. എൻ്റെ ദൈവമാണ് എനിക്ക് ശുശ്രൂഷ നൽകിയത്. ഇത് ഞാൻ ചാടിക്കേറിയേറ്റൊരു കാര്യമല്ല, ദൈവനിയോഗമായി ഞാൻ വന്നതാണെന്നൊരു ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയായിരിക്കണം. വിശ്വാസത്തോടെ. നമുക്കറിയാം, മാനുഷികമായ ഒത്തിരി അസാധ്യതകൾ മുമ്പ് നിൽക്കുമ്പോഴും നാം വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? ദൈവത്തോട്. ഇവിടെ ദൈവദാസൻ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ, അവരുടെ വിശ്വാസം കണ്ടിട്ടല്ലേ, ഓട് പൊളിച്ച് മേൽക്കൂര പൊളിച്ച് ഒരുവനെ ഇറക്കിക്കൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ട് ഒരത്ഭുതകരമായ സൗഖ്യം, കിടത്തിക്കൊണ്ട് വന്നവൻ ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന ഒരത്ഭുതം അവർ കണ്ടതുപോലെ ഇന്ന് രാത്രിയിൽ നീ വിശ്വസിച്ചാൽ ഒതുങ്ങി കിടക്കുന്ന ചിലരെ നടത്തിക്കൊണ്ട് പോകുവാൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ട്. തകർന്ന് കിടന്ന ചിലതിനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവത്തോട്? ലൂക്കോസ് 18:1 മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ. ഞാനും നിങ്ങളും ഒക്കെ പല വിഷയത്തിനകത്ത് മടുക്കും പ്രാർത്ഥനയിൽ, അല്ലേ? നമ്മൾ പറയും 15 കൊല്ലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, 10 കൊല്ലമായി ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചില മാസങ്ങളായി ഞാൻ ദൈവത്തോട്, ചിലർ പറഞ്ഞാൽ പിടിച്ചു വെച്ച്, അങ്ങനെയൊന്നും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ ഭാഷയാണ്, അല്ലേ? പെന്തക്കോസ്തുകാർക്ക്, അല്ലേ? നമ്മൾ ഒരിടത്ത് എന്നാ പറയാ, നമ്മള് പായിപ്പാടിന്റെ ദേശത്ത് നിന്ന്, അല്ലേ, തിരുവല്ലാട് ദേശത്ത്, അല്ലേ? അതൊക്കെ നമ്മുടെ ചെറിയ ഭാഷകളാണ്. നമുക്ക് പെന്തക്കോസ്തുകാർക്കുള്ള, ഞാൻ അതിനകത്ത് നമുക്ക് മടുപ്പുണ്ടാകും ചില പ്രാർത്ഥനയ്ക്കകത്ത്, അല്ലേ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒന്നിനും കാത്തിരിക്കാൻ ഒരു സാഹചര്യം വേണ്ട. എന്തും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്, അല്ലേ? ഒരു കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമല്ല ഈ കാലഘട്ടത്തിലുള്ളത്. എല്ലാം നമുക്ക് വേഗത്തിൽ ലഭിക്കും. പക്ഷെ ചില പ്രാർത്ഥനകൾക്ക് വേണ്ടി നാം കാത്തിരിക്കണം. മടുപ്പ് വന്നാലും മടുപ്പിനെ അകറ്റി ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ, നിങ്ങൾ ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന ആളുകൾ, ചില വിഷയങ്ങൾക്കകത്ത് മടുപ്പ് നിർത്തിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത് റീസ്റ്റാർട്ട് ചെയ്തോണം. ഇത് വിശ്വസിക്കുന്നോ? മടുപ്പ് നിർത്തിയ വിഷയങ്ങൾ അതൊന്ന് തുടർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിന്റെ കണ്ണുകൊണ്ട് പ്രാർത്ഥനയുടെ മറുപടി നാം കാണുവാനിടയാകും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ശുദ്ധ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. എഫെസ്യ ലേഖനം 6:18, യൂദ 20, ഇവിടെയൊക്കെ നാം പഠിക്കുമ്പോൾ ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ബുദ്ധിയുടെ, പൗലോസ് പറയുന്നു, ബുദ്ധിയിലും ആത്മാവിലും ഒക്കെ തനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാകണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇപ്പൊ സ്തോത്രം ചെയ്യുന്നു, പ്രകമ്പനമായ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രകടമായ ചില വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഉന്നതമായ ചില പദങ്ങൾ കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പദങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ആത്മാവിൽ നാം പ്രാർത്ഥിക്കുക, ആത്മ നിറവോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചിലതിനെ വെട്ടിക്കളയുവാൻ, ചിലരെ തുടച്ചു കളയുവാൻ, ചില അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ നിനക്ക് ജയം ഉണ്ടാകുവാൻ, നിന്റെ അകത്ത മനുഷ്യൻ ശക്തി പ്രാപിക്കുവാൻ, ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ പുറത്ത മനുഷ്യനല്ല, അകത്ത മനുഷ്യൻ ശക്തി പ്രാപിക്കുവാൻ, ചിലതിനെ നീ ജയിച്ചു മുന്നേറുവാൻ, ചിലതിനെ നീ കീഴടക്കുവാൻ നീ ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ശുദ്ധ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക.
ഞാൻ നിർത്തുക, സമയം പോയി. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുക. നിശ്ചയമായി ദൈവം നമ്മളെ സഹായിക്കും. തുടർന്ന് കർത്താവിന്റെ ദാസൻ തുറന്നുള്ള ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാമല്ലോ. വളരെ താമസിച്ചാണ് മീറ്റിംഗ് തുടങ്ങി. കർത്താവിന്റെ ദാസന് വളരെ ആത്മീയ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ ശ്രമിച്ചനായിരിക്കും ഇടയാക്കി ഒരിക്കൽ ഉയർത്തി സ്തുതിക്കുന്നു. വീണ്ടും കണ്ണുകളടയ്ക്കാം. ബലൂനായിരിക്കും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. കടന്നു വന്ന് പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷനായിരിക്കും ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എല്ലാ വ്യാഴാഴ്ചയും അതുപോലെ നടക്കുന്ന ഈ രാത്രിയിലെ പ്രാർത്ഥനയും ശുശ്രൂഷനായിരിക്കും ദൈവം ഇത്രത്തോളം കൂട്ടി വരുത്തിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവ്യ സന്ദേശം കർത്താവിൻ്റെ ദാസന് കൂടി ദൈവം തന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഹല്ലേലൂയ ദൈവം കൊടുത്തിരിക്കുന്ന നല്ല ആലോചന കർത്താവ് വളരെ ആഴമേറിയ ചിന്തകളാണ് കർത്താവ് തൻ്റെ ദാസ ശിഷ്യന്മാർക്ക് ദൈവം പകർന്നു കൊടുത്തിൻ്റെ സ്തോത്രമല്ല. അതിലുണ്ടാകുന്ന ഹല്ലേലൂയ ഗുണങ്ങൾ സ്തോത്രമല്ല വളരെ ആപത്തുനിന്ന് വിടുവിക്കും, അല്ലെങ്കിൽ രോഗത്തിന് വിടുവിക്കും. അത്ഭുത പ്രവർത്തികൾ പ്രാർത്ഥിക്കുന്നവരോട് നടപ്പാത്തക്കളുടെയാതിരും കർത്താവിനെ ആത്മാവിൽ ആരാധിപ്പാൻ കഴിയും. വെളിപ്പാട് ദർശനങ്ങൾ ലഭിക്കാൻ ഇടയായിത്തീരും. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ലോക സൗഖ്യമുണ്ടാകുവാൻ ഇടയായി, ഭൂതങ്ങൾ അലറി ഓടുവാൻ ഇടയാകും. ഇന്ന് രാത്രി സ്തോത്രമല്ല ആ പ്രാർത്ഥനയായി നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. വരും ഞായറാഴ്ച നടക്കേണ്ടതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കർത്താവിൽ അനുഗ്രഹമായി തീരേണ്ടത്. കർത്താവ് നിമിഷം കടന്നു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കേൾക്കേണ്ടതിനായി വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കാലാവസ്ഥ എല്ലാം അനുകൂലമാക്കി തീർക്കേണ്ടതിനായി വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തക്ക സമയത്ത് ദൈവം കൂട്ടിവരുത്തേണ്ടതിനായി വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സെൻട്രലിലെ എല്ലാ ദൈവമക്കളെയും ദേവദാസന്മാരെയും കുടുംബങ്ങളെയും തലമുറയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വശക്തനായിരിക്കുന്ന സ്വർഗ്ഗം നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദിവസത്തിന്റെ കർത്താവ് രാത്രിയുടെ കർത്താവ് എല്ലാ വ്യാഴാഴ്ചയും പതുപോലെ അങ്ങയുടെ അടിയുടെ പ്രാർത്ഥന ആവശ്യങ്ങളുമായ അടികൾ കടന്നു വരികയാകുന്ന കർത്താവ് ഈ സ്വതന്ത്രം അടികൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തോട് അത്ഭുതം പ്രവർത്തിക്കണമേ. 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരവേൽക്കുകയും എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിലുണ്ടെന്ന് അവിടുന്ന് അറിയിച്ചിരിക്കുകയാൽ ഇന്ന് രാത്രികാലവും ആ വനത്തെ മുറുകെ പിടിച്ചടികൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകണമേ. ശത്രുവാകുന്ന സാത്താൻ തടഞ്ഞു വെപ്പാൻ അനുവദിക്കരുത് പ്രാർത്ഥിക്കുന്ന തലമുറയുടെ ഭാവി വിദ്യാഭ്യാസ മണ്ഡലം വിവാഹ മണ്ഡലങ്ങളെല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ ജീവാദ്യം സഹായിക്കണം. സഭയിലെ ഓരോ കുടുംബങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പേരുവരായി കർത്താവീ നീ തന്റെ മക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവീ രോഗികളായിരിക്കുന്നവരെ ദൈവമേ പൂർണ്ണ സൗഖ്യം അവിടെ കൊടുക്കണമേ. കർത്താവി കടന്നു വരുവാൻ സാധിക്കാതെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവർ ഉൾപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രികാലം അവരോർത്തടികൾ പ്രാർത്ഥിക്കുന്ന കർത്താവി അങ്ങയുടെ കർത്താവി ആത്മനിർഭരാൽ കർത്താവി അവിടെ വഴി നടത്തുന്ന മാറാക്കണമേ. ദുഷ്ടന്റെ യാതൊരു ദർശനമോ അപചാര ബന്ധനത്തിനോ നേർച്ച കാഴ്ച വഴിപാടുകൾക്കോ ഒന്നും ദൈവമേ നിന്റെ മക്കളെ നീ അവിടെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വൃത്തിയായി പ്രാർത്ഥിക്കുന്നു കർത്താവി. അനുഗ്രഹിക്കപ്പെട്ട ദിവ്യ സന്ദേശം കർത്താവി സംസാരിപ്പാൻ കർത്താവി വളരെ കർത്താവി ജോലി തിരക്കുകയും കഴിഞ്ഞിട്ട് കർത്താവി സ്വതന്ത്രം കടന്നു വരുവാനും വളരെ പ്രാഗൽഭ്യത്തോടെ കർത്താവി തീഷ്ണതയോടുകൂടെ കർത്താവി നിന്റെ വചനം സംസാരിപ്പാൻ നീ ബലപ്പെടുത്തിയതായി സ്തോത്രം സ്തോത്രം സ്തോത്രം. തന്റെ കുടുംബത്തെയും പതികളെയും ഇവിടെ മാനിച്ച് അനുഗ്രഹിക്കണം കർത്താവി. ആപത്ത് അവിടെ നിന്നെല്ലാം വിടുവിക്കുമാറണമേ. തന്നെ നേരിടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ കർത്താവ് എല്ലാം അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തക്ക സമയത്ത് ദൈവം വഴിയും മുഖാന്തരങ്ങളും ഒരുക്കി കരന്നിട്ട് സഹായിക്കണം. കർത്താവ് കൃഷ്ണോളെയും രാത്രികാലവുമായി അടികൾക്ക് അങ്ങേ മകത്തപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ ദൈവരിക്കായി സ്തോത്രം ചെയ്ത് കർത്താവ് സ്തോത്രം 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 സമയം കാത്തു പരിപാലിക്കണം.
കർത്താവേ വിജയനെയും കുടുംബത്തെ നീ കാത്തു ഒരുപാലിക്കണം കർത്താവ്. ഇന്ന് രാത്രി കാലവും തൻ്റെ മക്കൾ കർത്താവേ നിന്നെ മകത്തപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ ഇവിടെ കടന്നു വന്നല്ലോ കർത്താവേ. സ്തോത്രാലില്ല തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ നീ പറഞ്ഞു കർത്താവ്. തക്ക സമയത്ത് തലമുറയ്ക്ക് വേണ്ടി അത്ഭുതകരമാണ് പ്രവർത്തിക്കണമേ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. മാമിയും കുടുംബത്തെയും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാളുകളായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയം കർത്താവേ ഒരു വഴി തുറക്കണമേ കർത്താവേ. മക്കൾ തക്ക സമയത്ത് അത്ഭുതം തുറക്കണമേ കർത്താവേ. അല്ലെങ്കിൽ രോഗവും ക്ഷീണവും പ്രയാസം എല്ലാം വിട്ടുവയ്ക്കുമാറാകണമേ. തലമുറ 3 പേരെയും കുടുംബത്തെയും തലമുറകളെല്ലാം നീ മാനിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇപ്പോൾ ഭവനത്തിൻ്റെ നടക്കുന്ന പണികളെല്ലാം കർത്താവ് പ്രിയപ്പെട്ടത് തിരുവാൻ കർത്താവ് സഹായിക്കണം കർത്താവേ. സ്തോത്രം സ്തോത്രം. തൻ്റെ കർത്താവിധമായിരിക്കുന്ന വസ്തു കർത്താവേ അത് വിറ്റ് കർത്താവേ താൻ ആഗ്രഹിക്കുന്നത് കർത്താവേ തലമുറകൾക്ക് കർത്താവ് ഊരിക്കത്തക്കോണം ദിവ്യ പ്രവർത്തി നടക്കേണ്ടതിനായ ദിവസങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബമായി എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവേ നിങ്ങൾക്ക് അല്പനേരം അങ്ങ് മഹത്വപ്പെടുത്തുക സ്തുതിപ്പാതെ ഒരുക്കുക പരികൽപ്പിക്കായി നിന്നോട് സ്തുതിക്കുന്നു. നിങ്ങളോട് പ്രാർത്ഥനാവശ്യങ്ങളായി പ്രാർത്ഥിക്കുന്നത് വിളിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്മേലെ കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു ആ വിഷയത്തിനെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കണം കർത്താവ്. ദുഷ്ടൻ്റെ യാതൊരു ദുരേശനോ ആചാര ബന്ധനത്തിനോ നേർച്ചകാഴ്ചകൾക്കോ വഴിപാടുകൾക്കോ ഒന്നും ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇപ്പോൾ നാദാസ്വരം അടികൾ കടന്നു പോകുമ്പോൾ പിരിയാത്ത കർത്താവിന് സാന്യ അടികളോട് കൂടിയിരിക്കണം കർത്താവെ. ദുഷ്ടൻ യാത്രയിൽ കർത്താവ് വാഹനത്തെ കർത്താവ് അടികൾ ഓടിക്കുവാൻ കർത്താവെ ദൈവസാന്യം കൂടി യാതൊരുവാദ കഥാപത്തകളൊന്നും ഉണ്ടാകുവാൻ അനുവദിക്കരുത് പ്രാർത്ഥിക്കുന്ന കണ്ണുകൾക്ക് പോലും മറഞ്ഞിരുന്ന് പ്രാണന് ഹാനി വരാമാകാൻ സകല അനർത്ഥത്തിൽ നിന്ന് സർവസ്നായിരിക്കും ദൈവം വിടുവിക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുതിയ കുടുംബങ്ങൾക്ക് ഈ കർത്താവെ വിശ്വാസത്താൽ കടന്നു വരുവാൻ ദൈവം സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ ആത്മീയ ശക്തിയാൽ നിന്റെ ആത്മാവിൻ്റെ ശക്തിയാൽ കർത്താവെ വിലപ്പെടുന്ന ശക്തികളും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവോട് സഹായിക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ത്തോളം ദൈവമായിരിക്കുന്ന ബലപ്പെടുത്തിയതായ സ്തോത്രം കർത്താവ്. ഈ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കായ ജീവിതത്തിൽ തന്നെ യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരവല്ലമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ ക്രിസ്തുവിന്റെ കൃപയാശുവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സത്വവും സഹവാസവും നമ്മുടെ ആദ്യം കാണപ്പെട്ട എല്ലാ ആവശ്യങ്ങളിലും നിന്നും നമ്മുടെ കർത്താവിന്റെ ഉണ്ടായിരിക്കും.